ഇതുപോലെ ബാക്കി വന്ന ബുക്കിന്റെ പേപ്പറൊന്നും കളയണ്ട. നമ്മൾ പിള്ളേരുടെ പഠിത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇതുപോലെ ഉപയോഗിച്ച് നമ്മൾ വെറുതെ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ പിറക്കി വിൽക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പേപ്പർ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പച്ചക്കറികളാണെങ്കിലും ചെടികളാണെങ്കിലും നിറയ്ക്കാനായിട്ട് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ ധാരാളം മതി. ചെടിച്ചെടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് നിറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും മണ്ണില്ലാത്തവർക്ക് വളരെ അധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ചോദിക്കും മഷിയൊക്കെ ഉണ്ടെങ്കിൽ അത് അഴുക്കല്ലെന്ന്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇന്നുവരെയായിട്ടും വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് പേപ്പർ തിളപ്പിച്ചതിന് ശേഷം ഉണക്കി എടുത്തിട്ട് ഇതുപോലെ ഉപയോഗിച്ചാൽ മതി, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് മണ്ണില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മണ്ണില്ലാത്തവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് വേരോട്ടം കിട്ടിയാൽ മാത്രമേ ആ ചെടി നല്ല ഹെൽത്തി ആയിട്ടും നന്നായിട്ട് ഫ്ലവറിങ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല കായ്ഫലവും തരത്തുള്ളൂ. ഞാൻ ഇത് ഗ്രോ ബാഗിൽ ഇതുപോലെ ചെയ്ത നമ്മുടെ കോളിഫ്ലവർ ആണ്, പേപ്പർ ഇട്ടാണ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പവുമില്ല. ഇടയ്ക്കൊക്കെ നമ്മുടെ ജൈവ കീടനാശിനിയായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല അടിവളവും കൊടുത്ത് ചെയ്യണം. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഓടി പെട്ടെന്ന് നിറച്ച് ഇത് ചെയ്യരുത്. അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇതുപോലെ കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ പേപ്പറോ ഒക്കെ എടുത്ത് കളയാതിരിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും ഇതുപോലെ മഷി വരണ്ടാൽ എന്ത് ചെയ്യും, അത് നല്ലതല്ലല്ലോ എന്ന്. മഷി വരേണ്ടതുകൊണ്ട് ഇതുവരെയായിട്ടും അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇതുപോലെ ഉപയോഗിച്ചവർക്കും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ പേപ്പർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഉപയോഗിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതും യാതൊരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ സ്കൂളിൽ അവധിയൊക്കെ കഴിയുമ്പോഴത്തേനും എക്സാമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലുള്ള ബുക്കിൻ്റെ ഫീസൊക്കെ ബാക്കി കാണുമല്ലേ. അപ്പം അതിന് കളയാതെ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ചുരുട്ടി എടുക്കുക കൈ കൊണ്ട് കേട്ടോ. ഓരോ ചുരുട്ടി പേപ്പറുകൾ ഇതുപോലെ നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഈ ബുക്കിൻ്റെ പേപ്പറാണ് ഇതുപോലെ ചുരുട്ടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചുരുട്ടി ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും അടിഭാഗത്ത് വേണമെങ്കിൽ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് കല്ലുകളോ കട്ടകളോ ഒക്കെ വേണം നിരത്താൻ. ചെറിയ പീസായിട്ട് വേണമെങ്കിൽ ചകിരി പീസോ ഒക്കെ നിരത്താവുന്നതാണ് കേട്ടോ. അപ്പം എന്നിട്ട് ഇത്രയും ഞാനൊരു കായിടം വരെ ഇതുപോലെ പേപ്പർ ചുരുട്ടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മേളിലോട്ട് ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ചകിരിച്ചോറും ഒക്കെ നമ്മുടെ ചെടികൾക്ക് വേരോട്ടം കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഇതുപോലെ ചകിരിച്ചോറ് നമ്മുടെ പേപ്പറൊന്നും മൂടത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് പേപ്പറൊന്നും കാണാതെ ആകുന്നിടം വരെ ആ ഒരു ചകിരിച്ചോറ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു പോട്ടി മിക്സാണ് നമ്മൾ ഇടുന്നത്. ഗ്രോ ബാഗിന് വളരെ വെയിറ്റ് കുറവായിരിക്കും, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കി മാറ്റാം. ഒരുപാട് മണ്ണ് കട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചെടികളൊന്നും വളർച്ച ഉണ്ടാകത്തില്ല, വേരോട്ടം ഉണ്ടാകത്തില്ല. ചെടികൾക്ക് വളർച്ചയും വേരോട്ടവും ഉണ്ടായാൽ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കരിയിലയാണ് ആവശ്യം. അതിനായിട്ട് ഞാൻ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ ആഞ്ഞിലിയുടെ കരിയില ആഞ്ഞിലി സൈഡിലെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ കരിയില ഇങ്ങനെ വീണ് കിടക്കും കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ വാരി ഇതുപോലെ ചാക്കിനകത്ത് കെട്ടിവെക്കും. ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ. അല്ലാതെ നമുക്ക് വേറെ കരിയിലയായിട്ടൊന്നും ഇല്ല. അപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ കരിയില വാരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് കരിയില ശേഖരിക്കുന്നത്. അപ്പം നല്ല ഉണങ്ങിയ കരിയിലയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് ഉണങ്ങിയതായതുകൊണ്ട് നല്ല പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പൊടിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങനെ എടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ പൊടിച്ചൊരു ഇതിനകത്ത് വാരി സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പം ഞാൻ ഈ കരിയില ഒന്ന് പിച്ചി കീറി ഇതുപോലെ തന്നെ നമ്മുടെ പേപ്പർ ഇട്ടതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഇതുപോലെ കരിയില നിറയ്ക്കുകയാണ് കേട്ടോ. കരിയിലയും നല്ലൊരു പോട്ടി മിക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നല്ലപോലെ വേരോട്ടം കിട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കരിയില. അപ്പോൾ ഇതുപോലെ കരിയില ഇട്ട് കൊടുത്താൽ അതിൻ്റെ മേളിൽ ഇനി നമ്മളിടുന്നത് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്താണ്. വളരെ കുറച്ച് മണ്ണ് മതി, ചാണകപ്പൊടിയാണ് കൂടുതൽ കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് തയ്യാറാക്കി വെച്ചാൽ മതി. എന്നിട്ട് അതും അതിൻ്റെ മേളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ഗ്രോ ബാഗിന് തീരെ വെയിറ്റ് കുറവാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കരിയിലയൊക്കെ താന്നു പോകുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ ചാണകപ്പൊടിയും വളരെ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ ആ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ട് നിറയെ ഫലങ്ങൾ തരാനായിട്ടും അതുപോലെ പൂച്ചെടികളാണെങ്കിലും ഏത് ചെടികളാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് ഇതുപോലെ നട്ടു കൊടുത്താൽ മതി. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ ചേർക്കുന്ന കുമ്മായമാണ് കേട്ടോ. കാരണം മണ്ണൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നമ്മുടെ മണ്ണിൻ്റെ pH ലെവലൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു വളക്കൂറുള്ള മണ്ണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുമ്മായം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3-4 ഗ്രോ ബാഗ് ഞാൻ ഇതുപോലെ നിറച്ച് വെച്ച് കേട്ടോ.
അപ്പോൾ ഇതുപോലെ നിറച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ ഇതൊരു കുമ്മായം ഇട്ടു, എല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം വെക്കുവാണേ. ഇത് ഒരാഴ്ചയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഒരാഴ്ച വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് നല്ല രീതിയിലുള്ള വളക്കൂറുള്ളൊരു പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ചെടികളായാലും പച്ചക്കറികളായാലും ഇതിനകത്തേക്ക് നട്ടുവെക്കാൻ. അപ്പം ഞാൻ കുറച്ച് കാന്താരിയുടെ തൈയും മുളകിൻ്റെ തൈയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സ്ട്രോബെറിയുടെ തൈയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് അതിനകത്തേക്ക് നട്ടുവെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കവറൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരുപാട് മണ്ണൊന്നും കളയേണ്ട ആവശ്യമില്ല. കാരണം ഫുൾ വേരാണ് അതിനകത്തേക്ക്, അധികം മണ്ണൊന്നുമില്ല. വെയിറ്റ് കുറഞ്ഞ ഒരു പോട്ടി മിക്സാണ് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഫുൾ വേരായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ ഒരുപാട് വലിച്ചു പറിച്ച് കളയണ്ട. ഏത് ചെടിയാണെങ്കിലും കൊള്ളാം, പച്ചക്കറികളാണെങ്കിലും കൊള്ളാം, എന്തായാലും ഇതുപോലെ കുറച്ച് അടിഭാഗം ഒന്ന് ആ വേരൊന്ന് ക്ലിയർ ആക്കി എടുത്തതിന് ശേഷം മാത്രം ഈ നമ്മുടെ മണ്ണിലോട്ട് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ മണ്ണുമായിട്ട് ചേർന്ന് പെട്ടെന്ന് നന്നായിട്ട് ഗ്രോത്ത് വരാൻ സഹായിക്കുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യണേ. പിന്നെ രാവിലെ വേണ്ട എൻ്റെ കൈയൊന്നും നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്, നല്ല കുടുന്നു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം വീഡിയോ ചെയ്യണമെന്നോർത്ത് മാത്രം ചെയ്യുകയാണ്. വലിയ പ്രശ്നമില്ല, നല്ല പുകച്ചിലുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം പറ്റുന്ന ഒരു അബദ്ധങ്ങളാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഏത് സമയത്തും നമ്മുടെ കൈ ചൂടുവെള്ളം വീണ് കൊള്ളും, അല്ലെങ്കിൽ കൈ അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് കൊള്ളും, ഇങ്ങനെയൊക്കെ പരിപാടിയുണ്ട്. ഒരുപാട് പൊള്ളലൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിയതാണേ. വലിയ പ്രശ്നമൊന്നുമില്ല, പേടിക്കാനുള്ളതായിട്ടൊന്നുമില്ല, എങ്കിലും നല്ല നീർച്ചയുണ്ട്. അപ്പം ഞാൻ ഇനി അടുത്തതായിട്ട് വേറൊരു മുളക് തൈയാണ് നട്ടുപിടിപ്പിക്കുന്നത്. ഇങ്ങനെ ഞാൻ വേറൊരു ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച ചീരയാണിത് കേട്ടോ. ഇതുപോലെ തന്നെ പേപ്പറാണ് ഞാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് ആ ചീര വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കോളിഫ്ലവർ കാണിച്ചിട്ടും അതും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസം കാണിക്കാം. അപ്പോൾ ഇനി മണ്ണില്ലെന്നോർത്ത് ആരും വിഷമിക്കേണ്ട. ഇതുപോലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ യൂസ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ കരിയിലയും പേപ്പറും ഒക്കെ യൂസ് ചെയ്യാം. മണ്ണില്ലെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ മണ്ണ് ഇച്ചിരി ഉള്ളത് കൊണ്ട് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.